ഓക്കെ ഫൈൻ. അപ്പോൾ ലാസ്റ്റ് ഇതിലോട്ട് പോവാം. അതായത് ക്രിപ്റ്റോ വാസസ് ഫോറക്സ് ഉണ്ടെങ്കിൽ എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം മെയിനായിട്ട്. അപ്പോൾ ഇത് രണ്ടും ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞ പോലെയാണ്, 24 മണിക്കൂർ ഉണ്ട്. ഓക്കെ, അതൊരു ഫാക്ടറാണ്. പക്ഷേ മറ്റേത് 7 ദിവസമുണ്ട്, ക്രിപ്റ്റോ 7 ദിവസമുണ്ട്, ഇത് പക്ഷേ 5 ദിവസമേ ഉള്ളൂ. ഓക്കെ, പക്ഷെ ഞാൻ ഇതിൽ കണ്ടത് വെച്ച് ഏറ്റവും വലിയൊരു ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞായിരുന്നല്ലോ, ഞാൻ ക്രിപ്റ്റോയിൽ നിന്ന് നല്ല രീതിയിൽ ഫണ്ട് ജനറേറ്റ് ചെയ്തിട്ടാണ് ഫോറക്സിലോട്ട് മാറിയത്. ഓക്കെ, അതും ഏത് ടൈം ആണെന്നും കൂടെ ശ്രദ്ധിക്കണം. ലൈക്ക് എൻ്റെ കമ്മ്യൂണിറ്റി ഉള്ളവർക്കറിയാം, നമ്മൾ ആ 22-21 ടൈമിലായിരുന്നു ഇക്കറിയാം, അല്ലെങ്കിൽ 21-23 ടൈമിലായിരുന്നു ഈ ക്രിപ്റ്റോ കാര്യങ്ങളെല്ലാം നടന്നിരുന്നത്, ട്രേഡിങ് കാര്യങ്ങൾ. അപ്പോൾ ആ ടൈം എന്ന് പറഞ്ഞാൽ ബുൾ മാർക്കറ്റ് ആയിരുന്നു, പ്യുവർ ബുൾ മാർക്കറ്റ്. അതായത് കറന്റ് ഇപ്പം മാർക്കറ്റ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പോലെ കൈൻഡ് ഓഫ് അല്ല, ഇപ്പോഴും ബുൾ റൺ ആണ്, നല്ല രീതിയിൽ പമ്പാകുന്നുണ്ട്, ഇപ്പോഴും നമുക്ക് നല്ല ട്രേഡ്സ് കിട്ടുന്നുണ്ട്. പക്ഷേ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ അങ്ങനെ ആയിരുന്നു അല്ല, അല്ലേ? അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്രിപ്റ്റോ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഫോറക്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ക്രിപ്റ്റോ എപ്പോഴും ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു അസറ്റ് ക്ലാസ് അല്ല. ഓക്കെ, ഒന്നാമത്തെ കാര്യം, ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത് തന്നെ തെറ്റാണ്. ഇപ്പോൾ ഈ PDF-ലാണെങ്കിലും കറൻസീസ് എന്ന് കൊടുത്തിട്ടുണ്ട്, ശരിക്കും പറയാൻ തെറ്റാണ്. ശരിക്കും പറയാൻ ടോക്കൺസ് ആണ്, കറൻസീസ് എന്നല്ല പറയുന്നത്. എല്ലാം ടോക്കൺസ് ആണ്, അല്ലെ കോയിൻസ് എന്ന് പറയുക. ഓക്കെ, അപ്പം ഇവിടെ ഞാൻ ഈ പറഞ്ഞ പോലെ എല്ലാ ടൈമും ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു അസറ്റ് ക്ലാസ് അല്ല ക്രിപ്റ്റോ. അതിന് സ്പെസിഫിക് ആയിട്ടുള്ള ടൈം ഫ്രെയിംസ് ഉണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ, അല്ലെ എൻ്റെ എക്സ്പീരിയൻസിൽ, ഒരു ബുൾ റൺ ഉള്ള ടൈമിലായിരിക്കും ക്രിപ്റ്റോ ഏറ്റവും കൂടുതൽ ആപ്റ്റ് ആയിട്ട് വരുന്നത്. അതായത് ഇപ്പോൾ ഈ മാസങ്ങളിൽ, കഴിഞ്ഞ മാസങ്ങളിലൊക്കെ നല്ല രീതിയിൽ ക്രിപ്റ്റോയിൽ ട്രേഡ്സ് ഉണ്ടായിരുന്നു, ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു. പക്ഷെ കുറച്ച് മാസങ്ങൾ മുന്നേ അങ്ങനെ അല്ലായിരുന്നു. ഓക്കെ, പക്ഷെ ഫോറക്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. നിങ്ങൾക്ക് എപ്പോഴാണെങ്കിലും ട്രേഡ് ഓപ്പർച്യൂണിറ്റി ഫോറക്സിലുണ്ട്. ഓക്കെ, ഇനി രണ്ടാമത്തെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനിപ്പുലേഷൻസ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാനിപ്പുലേഷൻസ് ഒരു 90% ക്രിപ്റ്റോയിൽ മാനിപ്പുലേഷൻസ് ആണ്, പക്ഷെ ഫോറക്സിൽ അതില്ല. ഓക്കെ, ഫോറക്സിൽ നമ്മൾ കുറച്ച് മുന്നേ ഡിസ്കസ് ചെയ്ത പോലെ ആ ഒരു എന്താണ്, സ്പെസിഫിക് ഡേയ്സും ടൈംസും ആ ഒരു സമയത്തല്ലാതെ എന്താണ്, ഫോറക്സിൽ ഒരു അൺവാണ്ടഡ് ആയിട്ടൊരു മൂവ്മെന്റ് ഉണ്ടാവത്തില്ല. മനസ്സിലായോ? ഇപ്പോൾ ഒരു നമ്മൾ നോക്കുവാണ്, ആ ഒരു കലണ്ടറിൽ നോക്കുമ്പോൾ പ്രത്യേകിച്ച് ന്യൂസ് ഒന്നുമില്ല. ഫോർ എക്സാമ്പിൾ മൺഡേ എടുത്തോ, മൺഡേ ന്യൂസ് ഒന്നുമില്ല. പക്ഷെ മൺഡേ നമ്മൾ നോക്കുമ്പോൾ ഒരു കറൻസി പെട്ടെന്ന് താഴോട്ട് പോയി, അല്ലെങ്കിൽ JPY താഴോട്ട് പോയി, ജപ്പാന്റെ കറൻസി താഴോട്ട് പോയി. അപ്പൊ നമുക്ക് നോക്കുമ്പോൾ ഓക്കെ, അങ്ങനത്തെ സംഭവം അവിടെ ഇമ്പാക്റ്റ് ഉള്ളതൊന്നും കാണുന്നില്ല. പക്ഷെ നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ, എന്തുകൊണ്ടാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിന് പ്രോപ്പർ റീസൺ കാണും. മനസ്സിലായി? അപ്പൊ കഴിഞ്ഞ മന്ത് ഇങ്ങനെ എന്തോ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു, ഐ തിങ്ക് ജപ്പാന്റെ തന്നെ ആണെന്ന് തോന്നുന്നു. എന്തോ എന്തോ അവരുടെ മിലിറ്ററിയുടെ ആരെയോ എന്തോ വെടിവെച്ചെന്നോ സംഭവം വന്ന ടൈമിൽ പെട്ടെന്നൊരു ഡ്രോപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ കലണ്ടറിൽ നോക്കുമ്പോൾ അങ്ങനെ ഒരു കാര്യമില്ല. അപ്പൊ ഞാനീ പറഞ്ഞ പോലെ ഫോറക്സിൽ ഇങ്ങനൊരു കാര്യമുണ്ട്, നമുക്ക് എന്താണെന്ന് വെച്ചാൽ അതിന് റീസൺ ഉണ്ട്. പക്ഷെ ക്രിപ്റ്റോ അങ്ങനല്ല. ക്രിപ്റ്റോ മോസ്റ്റ്ലി പമ്പ് ആൻഡ് ഡംപ് സ്കീം ഈസി ആയിട്ട് നടക്കുന്ന ഒരു ഇതാണ് ക്രിപ്റ്റോ. മനസ്സിലായി? അപ്പൊ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പോൾ ബിഗിനേഴ്സ് കുറേ ഇത് ചെയ്യുന്നുണ്ട്, ക്രിപ്റ്റോ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് തന്നെ അറിയാം, കാരണം നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ അങ്ങനെ ആയിരുന്നു പണ്ട് ആക്ടിവിറ്റി നടന്നുകൊണ്ടിരുന്നത്. ഇപ്പം ഇപ്പോഴും കുറെ ആൾക്കാർ ചെയ്യുന്നുണ്ട്. നമ്മൾ ഇതിൽ നോക്കിയാലും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമൊക്കെ നോക്കിയാലും കാണാം. അപ്പോൾ ഒരു ഡേ ട്രേഡിംഗ് അസറ്റ് ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും എന്തുകൊണ്ടും ക്രിപ്റ്റോയെക്കാളും ബെറ്റർ ഫോറക്സ് ആണ്. എന്തുകൊണ്ടും ഫോറക്സ് തന്നെയാണ് ബെറ്റർ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ചെയ്യാനൊരു ലൈക്ക് സ്ട്രാറ്റജി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ അത് വർക്കൗട്ട് ആകുന്നത്. ഇപ്പോൾ സ്ട്രാറ്റജി എന്ന് ഞാൻ പറയുമ്പോൾ, ഇപ്പോൾ നിങ്ങൾ ഈ ICT അതുപോലെ ISMC അതുപോലുള്ള വലിയ വലിയ സ്ട്രാറ്റജീസ് ഒന്നും അന്ന് വിചാരിക്കണ്ട. വളരെ ബേസിക് ആയിട്ട് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഫോറക്സിൽ നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആകാൻ പറ്റും. കാരണം സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ട്രെൻഡ് ലൈൻസ് വരയ്ക്കാൻ അറിയാത്ത ഒരാളും ഇതിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. 28 പേരുണ്ട്, ഇതിലുള്ള എല്ലാവർക്കും ട്രെൻഡ് ലൈൻ വരയ്ക്കാൻ അറിയാം, കൺഫേം ആണ്. അതായത് ഒരു ലൈൻ ചാർട്ട് എങ്ങോട്ട് പോകുന്നോ അത് കണക്ട് ചെയ്തൊരു ട്രെൻഡ് ലൈൻ വരയ്ക്കാൻ അറിയാം. ആ ട്രെൻഡ് ലൈൻ വെച്ച് നിങ്ങളൊരു സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ അത് വർക്കൗട്ട് ആവും ഫോറക്സിൽ. പക്ഷേ ക്രിപ്റ്റോയിൽ അത് വർക്കൗട്ട് ആവത്തില്ല. മനസ്സിലായി? അപ്പം അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഫോറക്സ് മാർക്കറ്റിനുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ പോലെ വലിയ വലിയ സ്ട്രാറ്റജികൾ പഠിച്ച് തല പുകയ്ക്കേണ്ട ആവശ്യമില്ല. ബേസിക് ആയിട്ട് എന്താണ് മാർക്കറ്റിൽ വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ, നേക്കഡ് ചാർട്ട് റീഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, അതായത് നമ്മളിപ്പോൾ ഒരു ചാർട്ട് നോക്കുമ്പോഴത്തേക്കും എന്തുകൊണ്ടാണ് അത് സംഭവിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ആ പ്രൈസ് ആക്ഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യം പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഫോറക്സിൽ ട്രേഡ് എടുക്കാം. മനസ്സിലായി? അതായത് തിരിച്ച് മാർക്കറ്റ് ഇന്ന ഒരു ഏരിയയിൽ എത്തുമ്പോൾ ഇന്ന റിയാക്ഷൻ മാർക്കറ്റ് തരും എന്നുള്ള കാര്യം നമുക്ക് അവിടെ കൺഫേം ആണ്.
മനസ്സിലായോ? അപ്പോൾ അങ്ങനെയുള്ള കാര്യം, സോറി, ആ ഒരു ബെനിഫിറ്റ് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോഴും ഫോറക്സ് തന്നെയാണ് ബെറ്റർ. ഓക്കെ, പിന്നെ ഇത് തമ്മിൽ ചെറിയൊരു ബന്ധമുണ്ട്. അതായത് ഈ ഫോറക്സും ക്രിപ്റ്റോയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കൂടുതലും ട്രാൻസാക്ഷൻസ് നടത്തുന്ന ക്രിപ്റ്റോയിലായിരിക്കും. അതുകൂടെ അറിഞ്ഞിരിക്കുക. ഇപ്പോൾ ഞാൻ പേഴ്സണലി, എൻ്റെ കാര്യം പേഴ്സണലി, ഞാൻ ഏറ്റവും കൂടുതൽ ട്രാൻസാക്ഷൻസ് നടത്തുന്നത് ഫോറക്സും എൻ്റെ ബാങ്ക് അക്കൗണ്ടുമായിട്ട് ട്രാൻസാക്ഷൻ നടത്തുന്ന എപ്പോഴും ഒരു മീഡിയേറ്റർ ആയിട്ട് വരുന്നത് ഈ ക്രിപ്റ്റോ തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ പോലെ അങ്ങനെ ഒരു ബെനിഫിറ്റ് നമുക്ക് ഇവിടെ ഉണ്ട് ക്രിപ്റ്റോ ഉള്ളത് കൊണ്ട്. പക്ഷെ രണ്ടിനെ ഒരു ട്രേഡിംഗ് കാര്യമായിട്ട് അല്ലെങ്കിൽ ഒരു ഡേ ട്രേഡിംഗ് അസറ്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുവാണെങ്കിൽ നമ്മൾ എപ്പോഴും ഫോറക്സിലോട്ട് നിൽക്കുന്നത് തന്നെ ആയിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പം അതിൻ്റെ റീസൺസ് ആണ് ഞാൻ ഈ പറഞ്ഞത്. പിന്നെ ബാക്കിയൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുക. കാരണം ഈ പറയുന്ന പോലെ പെട്ടെന്ന് ഒരു മാർക്കറ്റിലോട്ട് ചേഞ്ച് ആകുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു വോളിയം ഡിഫറൻസും പ്രൈസ് ആക്ഷനും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ഒരു കുറച്ച് ടൈം എടുക്കും. പക്ഷേ ക്രിപ്റ്റോ ടു ഫോറക്സ് അത്ര പ്രശ്നം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഓൾമോസ്റ്റ് വോളിയം എല്ലാം സെയിം ആണ്, നല്ല പ്രൈസ് ആക്ഷനൊക്കെ കിട്ടും. പക്ഷേ സ്റ്റോക്കിലോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. പിന്നെ എസ്പെഷ്യലി ഈ സ്റ്റോക്കിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നവർക്കാണ് ഇതിൻ്റെ ക്ലിയർ കട്ടായിട്ട് എന്താണ് വ്യത്യാസം എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം സീറോയിൽ നിന്ന് 100-ൽ എത്തുന്ന ഒരു ലൈക്ക് സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും അത് ഫോറക്സിലേക്ക് വരുമ്പോഴത്തേക്ക്. അതായത് അത്രയും നമ്മൾ അവിടെ നമ്മളൊരു 2 മാസം പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്ത് അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ സ്ട്രാറ്റജിയൊക്കെ യൂസ് ചെയ്ത് ഉണ്ടാക്കി ജനറേറ്റ് ചെയ്യുന്ന പ്രോഫിറ്റ്സ് അല്ലെങ്കിൽ ഇൻകം നിങ്ങൾക്ക് 2 ദിവസം കൊണ്ട് ഫോറക്സിൽ ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് വോളിയം ഡിഫറൻസിന്റെ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ട്രെൻഡ് ലൈൻ വെച്ചൊരു സ്ട്രാറ്റജി പറഞ്ഞുതരാം ബ്രോ. സ്ട്രാറ്റജീസ് കാര്യങ്ങളൊന്നും ഇപ്പം ഡിസ്കസ് ചെയ്യുന്നില്ല. ട്രെൻഡ് ലൈൻ വെച്ച് ബേസിക് സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട് ഒരു സ്ട്രാറ്റജിയാണ് അല്ലേ? ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട് ഒരു വളരെ ബേസിക് ആയിട്ടുള്ള സ്ട്രാറ്റജി അല്ലേ? അതായത് ജസ്റ്റ് പറഞ്ഞുതരാം. ഇതൊന്നും ചെയ്യണ്ട, ഞാൻ പറയില്ല, നിങ്ങൾ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് യൂസ് ചെയ്ത് നോക്കി. ഇപ്പോൾ ആദ്യമായിട്ട് ഫോറസ്റ്റിലോട്ട് വരുന്നതാണെങ്കിൽ നിങ്ങൾ ട്രേഡ് ചെയ്യണ്ട, വെറുതെ ട്രേഡിംഗ് വ്യൂ എടുത്തിട്ട് ഒരു 1 മന്ത് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്ക്. അത് വർക്ക് ചെയ്യും, അതാണ് സത്യം. ഇപ്പോൾ ട്രെൻഡ് ലൈൻ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ ട്രെൻഡ് ലൈൻ ഡ്രോ ചെയ്യുന്നു, ഇതാണ് ട്രെൻഡ് ലൈൻ എന്ന് വിചാരിക്കുക. ഇത് ബ്രേക്ക്ഔട്ട് ചെയ്യുന്ന ടൈമിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ബാക്കിൽ ട്രേഡ് എക്സിക്യൂഷൻ നടത്താം. ഇതൊക്കെ വളരെ ലൈക്ക് സെല്ലാണ് ചെയ്യുന്നത്, വളരെ ബേസിക് ആയിട്ടുള്ള സ്ട്രാറ്റജിയാണ്. സപ്പോർട്ട് റെസിസ്റ്റൻസും കൈൻഡ് ഓഫ് സെയിം തന്നെയാണ്. അതായത് ഇപ്പോൾ 2 റെസിസ്റ്റൻസ് ഉണ്ട്, ഇത് നിങ്ങൾക്ക് ബ്രേക്ക്ഔട്ട് ചെയ്യുമ്പോൾ ഫുൾ ബാക്ക് വരുമ്പോൾ എടുക്കുക. ഇതിപ്പോൾ എല്ലാ തവണയും വർക്കൗട്ട് ആണോ നിർബന്ധമൊന്നുമില്ല. കാരണം പ്രൈസ് ആക്ഷനൊക്കെ നോക്കിയിട്ടാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ പ്രൊബോളിറ്റി കിട്ടും. വെറുതെ ലൈൻ മാത്രം വരയ്ക്കുവാണെങ്കിൽ അത് അതിൻ്റെതായ പ്രൊബോളിറ്റിയെ കാണത്തുള്ളൂ. അതുകൂടെ മനസ്സിലാക്കുക. ഞാൻ എന്തുകൊണ്ടാണ് ട്രെൻഡ് ലൈൻ്റെ കാര്യം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു സ്ട്രാറ്റജിയും വർക്കൗട്ട് ആകും എന്നുള്ളത് ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് കേട്ടോ. അല്ലാതെ അത് വെച്ച് അങ്ങ് ചെയ്യാനല്ല പറഞ്ഞത്. സോ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ഓക്കെ, ടൈം ഫ്രെയിം ഏതാണ്? ഡേ ടൈം ഫ്രെയിം ഏതാണെന്ന് ചോദിച്ചാൽ ഡേ ട്രേഡിംഗ് ഒക്കെ ആണെങ്കിൽ നിങ്ങളൊരു 15 മിനിറ്റോ 5 മിനിറ്റോ ഒക്കെ വെച്ച് ചെയ്യുക. സ്വിംഗ് ഒക്കെ ആണെങ്കിൽ 1 അവർ എബോവ് പോകുന്നതായിരിക്കും ബെറ്റർ.